നമസ്കാരം. പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് സിയാക്കോട്ടിൽ നടത്തിയ പ്രസ്താവന ദക്ഷിണേന്ത്യൻ മേഖലയിലെ സമാധാന അന്തരീക്ഷത്തെ തകർക്കുന്ന വിനാശകരമായ ഒരു പ്രകോപനമായാണ് വിലയിരുത്തപ്പെടുന്നത്. ഇന്ത്യയുടെ കിഴക്കൻ അതിർത്തിയിലെ പ്രധാന നഗരമായ കൊൽക്കത്തയെ ലക്ഷ്യം വെക്കുമെന്ന ഖ്വാജ ആസിഫിന്റെ വെളിപ്പെടുത്തൽ സൈനികാടിസ്ഥാനത്തിൽ ഏറെ വിചിത്രമാണ്. ഭൂമിശാസ്ത്രപരമായി നോക്കുകയാണെങ്കിൽ പാകിസ്ഥാന്റെ പടിഞ്ഞാറൻ അതിർത്തിയിൽ നിന്നും ഏകദേശം 2000 കിലോമീറ്ററിലധികം അകലെയാണ് കൊൽക്കത്ത സ്ഥിതി ചെയ്യുന്നത്. ഒരു യുദ്ധമുണ്ടായാൽ അതിർത്തിയിൽ നിന്ന് കിലോമീറ്ററുകൾ മാത്രം അകലെയുള്ള നഗരങ്ങളെ ബാധിക്കുമെന്നത് സ്വാഭാവികമാണ്. എന്നാൽ രാജ്യത്തിന്റെ മറുപുറത്തുള്ള ഒരു മെട്രോ നഗരത്തെ ഭീഷണിപ്പെടുത്തുന്നത് പാകിസ്ഥാന്റെ യുദ്ധതന്ത്രങ്ങളിലെ പാളിച്ചയും നിരാശയുമാണ് വെളിപ്പെടുത്തുന്നത്. യുദ്ധം 200 മുതൽ 250 കിലോമീറ്ററിൽ ഒതുങ്ങില്ല എന്നും ഇന്ത്യൻ മണ്ണിലെ വീടുകൾക്കുള്ളിൽ വരെ പ്രഹരമേൽപ്പിക്കുമെന്നുമുള്ള മന്ത്രിയുടെ വാദം അന്താരാഷ്ട്ര യുദ്ധ നിയമങ്ങളുടെ ലംഘനം കൂടിയാണ്. സിവിൽ ജനതയെ ലക്ഷ്യം വെക്കുമെന്ന ഈ ഭീഷണിക്ക് ഇന്ത്യ നൽകിയ മറുപടി വളരെയധികം വ്യക്തമാണ്. കൊൽക്കത്തയിൽ ഒരു വിരൽ തൊടാൻ ശ്രമിച്ചാൽ പാകിസ്ഥാൻ എന്ന രാജ്യം ലോക ഭൂപടത്തിൽ നിന്ന് തന്നെ അപ്രത്യക്ഷമാകും. ഇന്ത്യയുടെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും വ്യോമസേനയുടെ കരുത്തും പാക് അതിർത്തി കടന്നുള്ള ഏത് നീക്കത്തെയും നിമിഷങ്ങൾക്കുള്ളിൽ തകർക്കാൻ ശേഷിയുള്ളതാണ്. പാക് മന്ത്രിയുടെ പൊള്ളയായ ഭീഷണികൾക്ക് മറുപടിയായി ഇന്ത്യ മുന്നോട്ട് വെക്കുന്നത് 2025 രാജ്യം നടത്തിയ കരുത്തുറ്റ സൈനിക നീക്കമായ ഓപ്പറേഷൻ സിന്ദൂർ ആണ്. 2025 ഏപ്രിൽ പഹൽഗാമിലുണ്ടായ അതിക്രൂരമായ ഭീകരാക്രമണത്തിൽ 26 നിരപരാധികളായ മനുഷ്യർ കൊല്ലപ്പെട്ടപ്പോൾ അതിന് ഭാരതം നൽകിയ മറുപടിയായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ. ഇന്ത്യൻ നാവികസേനയുടെ അസാമാന്യമായ കരുത്ത് ലോകം കണ്ട നിമിഷമായിരുന്നു അത്. നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠി വെളിപ്പെടുത്തിയതുപോലെ ഇന്ത്യൻ യുദ്ധക്കപ്പലുകൾ പാകിസ്ഥാന്റെ തന്ത്രപ്രധാനമായ തീരപ്രദേശങ്ങളെയും തുറമുഖങ്ങളെയും ലക്ഷ്യമിട്ട് വെറും 22 മിനിറ്റ് ദൂരത്തിൽ നിലയുറപ്പിച്ചിരുന്നു. ആധുനിക മിസൈലുകളും അത്യാധുനിക റഡാർ സംവിധാനങ്ങളും ഇന്ത്യൻ സേന ആക്രമണത്തിന് ഉത്തരവ് കാത്തു നിൽക്കെ പാകിസ്ഥാൻ ഭരണകൂടം പരിഭ്രാന്തരാവുകയും അന്താരാഷ്ട്ര തലത്തിൽ നയതന്ത്ര ഇടപെടലുകൾക്കായി അഭ്യർത്ഥിക്കുകയും ചെയ്തു. പാകിസ്ഥാന്റെ അഭ്യർത്ഥനയും മേഖലയിലെ മാനുഷിക പ്രത്യാഘാതങ്ങളും പരിഗണിച്ചാണ് അന്ന് ഇന്ത്യ ആഞ്ഞടിക്കാതെ പിന്മാറിയത്. എന്നാൽ ഇന്ത്യയുടെ ഈ കരുണയെ ദുർബലതയായി കാണരുതെന്ന മുന്നറിയിപ്പാണ് നിലവിലെ സാഹചര്യം നൽകുന്നത്. 22 മിനിറ്റിനുള്ളിൽ ഒരു രാജ്യത്തെ നിശ്ചലമാക്കാൻ ശേഷിയുള്ള ഇന്ത്യയുടെ നാവിക വ്യോമ കരുത്തിനെ വെല്ലുവിളിക്കുന്നത് ആത്മഹത്യാപരമാണെന്ന് പാകിസ്ഥാൻ തിരിച്ചറിയേണ്ടതുണ്ട്. യുദ്ധഭീഷണികൾക്ക് പുറമെ ഇന്ത്യ ഒരു വ്യാജ ഓപ്പറേഷന് പദ്ധതിയിടുന്നു എന്ന ഖ്വാജ ആസിഫിന്റെ ആരോപണം ആ രാജ്യത്തിന്റെ നയതന്ത്ര പാപ്പരത്വത്തിന്റെ തെളിവ് കൂടിയാണ്. സ്വന്തം പൗരന്മാരെയോ പാക് പൗരന്മാരെയോ കൊലപ്പെടുത്തി ഭീകരാക്രമണമാണെന്ന് ഇന്ത്യ വരുത്തി തീർക്കുമെന്ന് മന്ത്രി പറയുന്നത് കേവലം രാഷ്ട്രീയ പ്രഹസനം മാത്രമാണ്. ഇത്തരം ആരോപണങ്ങൾക്ക് യാതൊരുവിധ തെളിവുകളും ഹാജരാക്കാൻ പാകിസ്ഥാന് കഴിഞ്ഞിട്ടില്ല. അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയുടെ വളരുന്ന പ്രതിച്ഛായയെ മങ്ങലേൽപ്പിക്കാനും പഹൽഗാം ആക്രമണത്തിന് ശേഷം ആഗോള സമൂഹം പാകിസ്ഥാനെതിരെ തിരിഞ്ഞ സാഹചര്യത്തിൽ തങ്ങൾ ഇരകളാണെന്ന് സ്ഥാപിക്കാനുള്ള വിപുല ശ്രമമാണ് പാക് മന്ത്രി നടത്തുന്നത്. എന്നാൽ ഭീകരവാദത്തിന്റെ പ്രഭാ കേന്ദ്രം പാകിസ്ഥാനാണെന്ന സത്യം ലോകത്തിന് വ്യക്തമായി തന്നെ അറിയാം. ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കിയതുപോലെ അതിർത്തി കടന്നുള്ള നുഴഞ്ഞുകയറ്റവും ഭീകരപ്രവർത്തനവും പ്രോത്സാഹിപ്പിക്കുന്ന പാകിസ്ഥാൻ ഇത്തരം ഗൂഢാലോചനാ സിദ്ധാന്തങ്ങൾ ചമയ്ക്കുന്നത് വഴി സ്വന്തം ജനതയെ വഞ്ചിക്കുകയാണ് ചെയ്യുന്നത്. സുതാര്യമായ ജനാധിപത്യ മൂലങ്ങളുള്ള ഇന്ത്യയെ ഇത്തരം വില കുറഞ്ഞ ആരോപണങ്ങൾ കൊണ്ട് തളയ്ക്കാനാവില്ല. ഇന്ത്യൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് നൽകിയ കർശനമായ മുന്നറിയിപ്പ് പാകിസ്ഥാനോടുള്ള ഭാരതത്തിന്റെ പുതിയ നയത്തിന്റെ വിളംബരമാണ്. അയൽ രാജ്യത്തു നിന്നുള്ള ഏതൊരു തെറ്റായ നീക്കത്തിനും അഭൂതപൂർവവും നിർണായകവുമായ നടപടി ഉണ്ടാകുമെന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ വെറും വാക്കുകളല്ല. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി കേരളത്തിലെത്തിയ വേളയിൽ അദ്ദേഹം നടത്തിയ ഈ പ്രസംഗം രാജ്യം മുഴുവൻ ഉറ്റുനോക്കുകയാണ്. ഇന്ത്യൻ നഗരങ്ങളെ ലക്ഷ്യം വെക്കുമെന്ന പാക് പ്രതിരോധ മന്ത്രിയുടെ പ്രസ്താവന ഹൈബ്രിഡ് വാർഫെയർ എന്ന തന്ത്രത്തിന്റെ ഭാഗമാണ്. ആധുനിക കാലഘട്ടത്തിൽ യുദ്ധം എന്നത് കേവലം തോക്കുകളും ടാങ്കുകളും കൊണ്ട് മാത്രം ജയിക്കുന്ന ഒന്നല്ല. ശത്രുരാജ്യത്തെ ജനങ്ങൾക്കിടയിൽ ഭീതി പടർത്തുക, സാമ്പത്തിക കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ച് വെല്ലുവിളികൾ ഉയർത്തുക എന്നിവ ഇതിൽ പ്രധാനമാണ്. കൊൽക്കത്ത പോലുള്ള ഇന്ത്യയുടെ സാംസ്കാരികവും സാമ്പത്തികവുമായ സിരാകേന്ദ്രങ്ങളെ ഭീഷണിപ്പെടുത്തുന്നതിലൂടെ ഇന്ത്യയുടെ കിഴക്കൻ മേഖലയിൽ അസ്വസ്ഥത ഉണ്ടാക്കാനാണ് പാകിസ്ഥാൻ ശ്രമിക്കുന്നത്. എന്നാൽ ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനങ്ങൾ ഇന്ന് ലോകോത്തരമാണ്. പടിഞ്ഞാറൻ അതിർത്തിയിൽ നിന്നുള്ള ഏത് മിസൈൽ നീക്കത്തെയും ആകാശത്ത് വെച്ച് തന്നെ തകർക്കാൻ ശേഷിയുള്ള S-400 ട്രയം വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഇന്ത്യ ഇതിനോടകം തന്നെ വിന്യസിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ചെടുത്ത അഡ്വാൻസ്ഡ് എയർ ഡിഫൻസ് സിസ്റ്റവും ശത്രുവിന്റെ ഏത് നീക്കത്തെയും പരാജയപ്പെടുത്താൻ പ്രാപ്തമാണ്. ഖ്വാജ ആസിഫിന്റെ പ്രസ്താവനകൾ ഇത്തരം അത്യാധുനിക സംവിധാനങ്ങളെ വിസ്മരിച്ചുകൊണ്ടുള്ളതാണ്. ഇന്ത്യൻ നഗരത്തിലെ വീടുകൾക്കുള്ളിൽ പ്രഹരമേൽപ്പിക്കുമെന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ പ്രഹരശേഷി പാകിസ്ഥാന്റെ അസ്തിത്വത്തെ തന്നെ ചോദ്യം ചെയ്യാൻ തക്കവണ്ണം വളർന്നു കഴിഞ്ഞുവെന്ന് അവർ തിരിച്ചറിയണം.
സമുദ്രത്തിനടിയിലൂടെ സഞ്ചരിക്കാൻ ശേഷിയുള്ള ആണവ അന്തർവാഹിനികളും ആകാശത്ത് നിന്ന് ലക്ഷ്യസ്ഥാനങ്ങൾ കൃത്യമായി തകർക്കുന്ന റഫേൽ വിമാനങ്ങളും ഇന്ത്യയുടെ സുരക്ഷാ കവചത്തെ സംരക്ഷിക്കുന്നു. പാകിസ്ഥാൻ ഭരണകൂടം ഇപ്പോൾ നടത്തുന്ന പ്രകോപനപരമായ പ്രസംഗങ്ങൾക്ക് പിന്നിൽ ആ രാജ്യത്തെ അതിഭീകരമായ സാമ്പത്തിക തകർച്ചയും ആഭ്യന്തര ലഹളയുമാണെന്നത് അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നു. പണപ്പെരുപ്പം റെക്കോർഡ് വേഗത്തിൽ കുതിച്ചുയരുകയും വിദേശ നാണ്യശേഖരം ഇല്ലാതാവുകയും ചെയ്ത പാകിസ്ഥാൻ തങ്ങളുടെ പരാജയങ്ങളിൽ നിന്ന് ജനശ്രദ്ധ തിരിക്കാൻ എക്കാലത്തും ഉപയോഗിക്കുന്ന ആയുധമാണ് ഇന്ത്യൻ വിരുദ്ധത. പാക് സൈന്യവും സർക്കാരും തമ്മിലുള്ള തർക്കങ്ങളും വിഘടനവാദ ഗ്രൂപ്പുകളുടെ ഭീഷണിയും പാകിസ്ഥാനെ തകർച്ചയുടെ വക്കിലെത്തിച്ചിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഇന്ത്യയുമായി ഒരു യുദ്ധമുണ്ടാകുമെന്ന ഭീതി നിലനിർത്തേണ്ടത് അവിടുത്തെ ഭരണാധികാരികളുടെ നിലനിൽപ്പിന്റെ ആവശ്യമാണ്. പഹൽഗാം ആക്രമണത്തിന് ശേഷം ഇന്ത്യ സ്വീകരിച്ച കടുത്ത സാമ്പത്തിക നയതന്ത്ര നടപടികൾ പാകിസ്ഥാനെ ശ്വാസം മുട്ടിച്ചിട്ടുണ്ട്. ഓപ്പറേഷൻ സിന്ദൂർ വഴി ലഭിച്ച മുന്നറിയിപ്പ് അവരെ വല്ലാതെ ഭയപ്പെടുത്തുന്നു. ഇന്ത്യയുമായി ഒരു നേരിട്ടുള്ള യുദ്ധം താങ്ങാനുള്ള സാമ്പത്തിക ശേഷിയോ സൈനിക സജ്ജീകരണമോ ഇന്ന് പാകിസ്ഥാനില്ല. അതുകൊണ്ടാണ് അവർ വ്യാജ ഓപ്പറേഷൻ പോലുള്ള ഗൂഢാലോചന സിദ്ധാന്തങ്ങൾ ഉയർത്തിപ്പിടിച്ച് അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ സഹതാപം പിടിച്ചുപറ്റാൻ ശ്രമിക്കുന്നത്. എന്നാൽ ഭീകരവാദത്തെ ഭരണകൂടം തന്നെ സ്പോൺസർ ചെയ്യുന്ന ഒരു രാജ്യമെന്ന നിലയിൽ പാകിസ്ഥാൻ പറയുന്നത് വിശ്വസിക്കാൻ ലോകരാഷ്ട്രങ്ങൾ തയ്യാറല്ല. ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയും ലോകരാജ്യങ്ങൾക്കിടയിലുള്ള സ്വീകാര്യതയും പാകിസ്ഥാന് വലിയ തിരിച്ചടിയും. ഹോർമൂസ് കടലിടുക്കിലെ സംഘർഷങ്ങളും ഇറാൻ-ഇസ്രായേൽ യുദ്ധ സാഹചര്യങ്ങളും ആഗോള പ്രതിരോധ സമവാക്യത്തെ മാറ്റി എഴുതിയിരിക്കുകയാണ്. ഈ സമയത്ത് പാകിസ്ഥാൻ നടത്തുന്ന പ്രകോപനങ്ങൾ മേഖലയുടെ മൊത്തത്തിലുള്ള സുരക്ഷയെ ബാധിക്കും. ചൈനയുമായുള്ള പാകിസ്ഥാന്റെ അവിശുദ്ധ കൂട്ടുകെട്ട് ഇന്ത്യ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുമുണ്ട്. വടക്കുഭാഗത്ത് ചൈനയും പടിഞ്ഞാറ് പാകിസ്ഥാനും ചേർന്ന് സൃഷ്ടിക്കുന്ന ടു ഫ്രണ്ട് വാർ സാഹചര്യം നേരിടാൻ ഇന്ത്യ പൂർണ്ണ സജ്ജമാണ്. രാജ്നാഥ് സിംഗ് കേരളത്തിൽ വെച്ച് നൽകിയ മുന്നറിയിപ്പ് പാകിസ്ഥാന് മാത്രമുള്ളതല്ല, മറിച്ച് ഭാരതത്തിന്റെ അതിർത്തികളെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്ന എല്ലാവർക്കുമുള്ളതാണ്. പഹൽഗാം ആക്രമണത്തിന് ശേഷമുള്ള ഇന്ത്യയുടെ പ്രതികരണം ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ ആത്മവിശ്വാസവും കരുത്തും വർദ്ധിപ്പിച്ചു. റഷ്യ-ഉക്രൈൻ യുദ്ധത്തിൽ നിന്നും പശ്ചിമേഷ്യൻ പ്രതിസന്ധികളിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ട് ഇന്ത്യൻ സൈന്യം തങ്ങളുടെ യുദ്ധതന്ത്രങ്ങൾ പരിഷ്കരിച്ചിട്ടുണ്ട്. സൈബർ യുദ്ധം, ബഹിരാകാശ അധിഷ്ഠിത നിരീക്ഷണം, ഡ്രോൺ സാങ്കേതിക വിദ്യ എന്നിവയിൽ ഇന്ത്യ കൈവരിച്ച നേട്ടം പാകിസ്ഥാൻ നൽകുന്ന ഭീഷണികളെക്കാൾ ഏറെ മുകളിലാണ്. അയൽ രാജ്യത്തെ ജനങ്ങൾ പട്ടിണി കിടക്കുമ്പോൾ യുദ്ധങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന പാക് നേതാക്കൾ ഇന്ത്യയുടെ ആത്മനിർഭർ ഭാരത് പദ്ധതിയിലൂടെ പ്രതിരോധ മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിച്ച കാര്യം മറന്നുപോകുന്നു. ഇന്ത്യയുടെ ആഭ്യന്തര നഗരങ്ങളെ തൊടാൻ ശ്രമിക്കുന്നത് ആഗോള സമാധാനത്തിന് തന്നെ വിഘാതമാകുമെന്നും അതിനുള്ള തിരിച്ചടി ലോക ചരിത്രത്തിൽ തന്നെ സമാനതകളില്ലാത്തതാകുമെന്നും ഇന്ത്യൻ സൈനിക വൃത്തങ്ങൾ ഉറപ്പിച്ചു പറയുന്നു. പഹൽഗാം ആക്രമണത്തിന് ശേഷം ഇന്ത്യ നടത്തിയ സൈനിക നീക്കങ്ങൾ വെറും തുടക്കം മാത്രമാണെന്നും അത് അവസാനിച്ചിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയത് പാകിസ്ഥാനെ ഭീതിയിലാഴ്ത്തിയിട്ടുമുണ്ട്. മുൻകാലങ്ങളിൽ ഭീകരാക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ നയതന്ത്രപരമായ പ്രതിഷേധങ്ങളിൽ ഇന്ത്യ ഒതുങ്ങി നിന്നിരുന്നു. എന്നാൽ ഓപ്പറേഷൻ സിന്ദൂർ പോലുള്ള നീക്കങ്ങൾ തെളിയിക്കുന്നത് ശത്രുവിന്റെ പ്രകോപനത്തിനായി കാത്തു നിൽക്കാതെ തന്നെ അവരുടെ സൈനിക നീക്കങ്ങളെ നിശ്ചലമാക്കാൻ ഇന്ത്യക്ക് സാധിക്കും എന്നുമാണ്. എന്നാൽ ഓപ്പറേഷൻ സിന്ദൂർ പോലുള്ള നീക്കങ്ങൾ തെളിയിക്കുന്നത് ശത്രുവിന്റെ പ്രകോപനത്തിനായി കാത്തു നിൽക്കാതെ തന്നെ അവരുടെ സൈനിക നീക്കങ്ങളെ നിശ്ചലമാക്കാൻ ഇന്ത്യക്ക് സാധിക്കുമെന്നാണ്. പാക് തീരത്ത് വെറും 22 മിനിറ്റ് അകലെ ഇന്ത്യൻ നാവികസേന നിലയുറപ്പിച്ചു എന്നത് ആധുനിക യുദ്ധതന്ത്രങ്ങളിലെ ഇന്ത്യയുടെ മേധാവിത്വത്തെയാണ് സൂചിപ്പിക്കുന്നത്. കൊൽക്കത്തയെ ലക്ഷ്യം വെക്കുമെന്ന പാക് പ്രതിരോധ മന്ത്രിയുടെ പ്രസ്താവന സൈനികമായി അസാധ്യമാണെങ്കിലും അതിലൊരു മനഃശാസ്ത്രപരമായ യുദ്ധതന്ത്രമുണ്ട്. ഇന്ത്യയുടെ സാമ്പത്തിക കേന്ദ്രങ്ങളിൽ ഭീതി പടർത്തുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. എന്നാൽ ഒരു പരമാധികാര രാഷ്ട്രം മറ്റൊരു രാജ്യത്തെ സിവിൽ നഗരങ്ങളെയും വീടുകളെയും ആക്രമിക്കുമെന്ന് പരസ്യമായി പറയുന്നത് അന്താരാഷ്ട്ര തലത്തിൽ പാകിസ്ഥാനെ ഒരു ഭീകര രാഷ്ട്രമായി മുദ്രകുത്താൻ മാത്രമേ സാധിക്കൂ. ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രാലയം ഈ വിഷയത്തിൽ പുലർത്തുന്ന ജാഗ്രത അഭിനന്ദനാർഹമാണ്. ഇന്ത്യ വ്യാജ ഓപ്പറേഷൻ നടത്തുന്നു എന്ന പാകിസ്ഥാന്റെ വാദം അവരുടെ തന്നെ ആഭ്യന്തര പരാജയങ്ങളിൽ നിന്ന് ജനശ്രദ്ധ തിരിക്കാനുള്ള ഒരു പുകമറ മാത്രമാണ്. സ്വന്തം രാജ്യത്തെ ഭീകരവാദികളെ നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു ഭരണകൂടം അന്താരാഷ്ട്ര സമൂഹത്തിന്റെ കണ്ണിൽ പൊടിയിടാൻ ഇത്തരം ഗൂഢാലോചനാ സിദ്ധാന്തങ്ങൾ പടച്ചുവിടുകയാണ്. എന്നാൽ പഹൽഗാം ആക്രമണം പോലുള്ള സംഭവങ്ങളിൽ കൃത്യമായ തെളിവുകൾ ഹാജരാക്കി ഇന്ത്യ ആഗോള പിന്തുണ നേടിയെടുത്തു എന്നത് പാകിസ്ഥാന്റെ നയതന്ത്രപരമായ ഒറ്റപ്പെടലിനെ പൂർണ്ണമാക്കുന്നു. അടിച്ചാൽ തിരിച്ചടിക്കുമെന്നതിൽ നിന്ന് അടിക്കാൻ വരുന്നത് അറിഞ്ഞാൽ താവളത്തിൽ നിന്ന് തകർക്കുമെന്ന നിലയിലേക്ക് ഇന്ത്യയുടെ പ്രതിരോധ നയം മാറിയിരിക്കുന്നു. ഹോർമൂസ് കടലിടുക്കിലെയും മധ്യേഷ്യയിലെയും സംഘർഷങ്ങൾക്കിടയിലും ഇന്ത്യ സ്വന്തം അതിർത്തിയിൽ നിന്ന് കാട്ടുന്ന ജാഗ്രത ഏത് അപ്രതീക്ഷിത വെല്ലുവിളിയെ നേരിടാൻ രാജ്യസജ്ജമാണെന്ന് ഉറപ്പിക്കുന്നു. ഭാരതത്തിന്റെ ആധുനിക മിസൈൽ പ്രതിരോധ കവചങ്ങളും സൈന്യത്തിന്റെ ഉറച്ച തീരുമാനങ്ങളും രാജ്യത്തെ ഓരോ നഗരത്തെയും സുരക്ഷിതമായി നിലനിർത്തും.
പ്രകോപനങ്ങൾക്ക് മറുപടി നൽകാൻ ഇന്ത്യ കാണിക്കുന്ന ഈ ആത്മവിശ്വാസം വരുംകാലങ്ങളിൽ മേഖലയിൽ വലിയൊരു സമാധാന അന്തരീക്ഷം സൃഷ്ടിക്കാൻ പാകിസ്ഥാനെ നിർബന്ധിതനാക്കും. കാരണം ഇന്ത്യയെ തൊടുന്നത് സ്വന്തം നാശമാണെന്ന് അവർക്ക് ഇപ്പോൾ ബോധ്യമായിട്ടുണ്ട്. ഭാരതത്തിന്റെ സുരക്ഷയുടെ കാര്യത്തിൽ യാതൊരുവിധ വിട്ടുവീഴ്ചയ്ക്കും സർക്കാർ തയ്യാറല്ല. അത് കാശ്മീരായാലും കൊൽക്കത്തയായാലും ഒരുപോലെ സംരക്ഷിക്കപ്പെടും. ഹോർമൂസ് കടലിടുക്കിലെ സംഘർഷങ്ങളും ഇറാൻ ഇസ്രായേൽ യുദ്ധഭീഷണികളും നിലനിൽക്കുന്ന അതീവ സങ്കീർണമായ ഈ ആഗോള സാഹചര്യത്തിൽ പാകിസ്ഥാൻ നടത്തുന്ന പ്രകോപനങ്ങൾ മേഖലയുടെ സമാധാനം കെടുത്തുന്നതാണ്. ഭാരതത്തിന്റെ ഓരോ ഇഞ്ച് ഭൂമിയും സംരക്ഷിക്കാൻ സൈന്യത്തിന് പൂർണ്ണമായ സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട് എന്നും ശത്രു രാജ്യത്തിന്റെ ഏത് ലക്ഷ്യസ്ഥാനവും ഇന്ത്യയുടെ പ്രഹര പരിധിയിലാണെന്നും സൈനിക വൃത്തങ്ങൾ ഉറപ്പിച്ചു പറയുന്നു. ഭാരതത്തിന്റെ പ്രതിരോധ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത കരുത്തും നിശ്ചയദാർഢ്യവുമാണ് ഈ സംഭവത്തിൽ രാജ്യം പ്രകടിപ്പിക്കുന്നത്. കേവലം അതിർത്തി തർക്കങ്ങൾക്കപ്പുറം രാജ്യത്തിന്റെ ആഭ്യന്തര നഗരങ്ങളെയും ജനവാസ കേന്ദ്രങ്ങളെയും ലക്ഷ്യവെക്കുന്ന ഏതൊരു നീക്കവും പാകിസ്ഥാന്റെ അന്ത്യത്തിന് തുടക്കമിടുമെന്ന വ്യക്തമായ സന്ദേശമാണ് ഓപ്പറേഷൻ സിന്ദൂർ പോലുള്ള നീക്കങ്ങളിലൂടെ ലോകത്തിന് ലഭിച്ചിരിക്കുന്നത്. ശത്രുവിന്റെ പ്രകോപനങ്ങൾക്ക് മുന്നിൽ പതറാതെ കൃത്യമായ സമയത്ത് പ്രഹരശേഷിയോടെ തിരിച്ചടിക്കാനുള്ള ഇന്ത്യയുടെ നയതന്ത്ര സൈനിക മികവ് ആഗോളതലത്തിൽ തന്നെ ചർച്ചയാവുകയാണ്. കൊൽക്കത്ത ഉൾപ്പെടെയുള്ള ഇന്ത്യൻ നഗരങ്ങളെ ഭീഷണിപ്പെടുത്തുന്ന പാക് ഭരണകൂടം തങ്ങളുടെ സൈനിക പരിമിതികളും സാമ്പത്തിക തകർച്ചയും മറച്ചുപിടിക്കാനാണ് ശ്രമിക്കുന്നത്. ആധുനിക യുദ്ധതന്ത്രങ്ങളിൽ ഇന്ത്യ കൈവരിച്ച മേധാവിത്വം അത്തരം നീക്കങ്ങളെ മുളയിലേ നുള്ളാൻ പ്രാപ്തമാണ്. രാജ്നാഥ് സിംഗ് പ്രഖ്യാപിച്ചതുപോലെ ഭാരതത്തിന്റെ സുരക്ഷാ കവചത്തിൽ വിള്ളൽ വീഴ്ത്താൻ ശ്രമിക്കുന്നവർക്ക് ലഭിക്കുന്ന മറുപടി ചരിത്രത്തിൽ ഇതുവരെ കാണാത്തത്ര ഭീകരമായിരിക്കും. സമാധാനത്തിന്റെ പാത പിന്തുടരുമ്പോഴും രാജ്യത്തിന്റെ അഖണ്ഡതയെ തൊട്ടുകളിക്കുന്ന ശക്തികളെ അവരുടെ താവളങ്ങളിൽ ചെന്ന് തകർക്കാൻ മടിക്കാത്ത ഒരു പുതിയ ഇന്ത്യയാണ് ഇന്നുള്ളത്. ഭീകരവാദത്തെ തുണയ്ക്കുന്ന പാകിസ്ഥാന്റെ ഓരോ നീക്കവും അവർക്ക് തന്നെ തിരിച്ചടിയാകുന്ന കാലമാണിത്. ഇന്ത്യൻ നഗരങ്ങളിലെ ഓരോ വീടിനും കാവലായി നിലകൊള്ളുന്ന സേനാ വിഭാഗങ്ങൾക്കൊപ്പം 140 കോടി ജനങ്ങളുടെ ആത്മവിശ്വാസവും ചേരുമ്പോൾ ഏതൊരു ഭീഷണിയും വെറും പാഴ്വാക്കുകളായി മാറുന്നു. പഹൽഗാം ആക്രമണത്തിന് ശേഷമുള്ള ഇന്ത്യയുടെ നിലപാടുകൾ വ്യക്തമാക്കുന്നത് ഒന്നു മാത്രമാണ്: ഇന്ത്യയുടെ മണ്ണിൽ കണ്ണുവെക്കുന്നവർക്ക് സ്വന്തം ഭൂപടം പോലും നഷ്ടമാകുമെന്ന പ്രത്യാഘാതമായിരിക്കും നേരിടേണ്ടി വരിക. ഭാരതത്തിന്റെ പരമാധികാരം കാത്തുസൂക്ഷിക്കാനുള്ള ഈ പോരാട്ടം വിട്ടുവീഴ്ചകളില്ലാതെ തുടരുക തന്നെ ചെയ്യും. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.